ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ ഇന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ 750 ഗ്രാം ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകവും ഒരു 5-6 പീസ് കറുകപ്പട്ടയും 8 പീസ് ഗ്രാമ്പൂവും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം വലുപ്പത്തിലുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി സവാള ജസ്റ്റ് ഒന്ന് കളറ് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളെല്ലാം ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. തക്കാളി കുക്കാവുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി മസാലയുടെ ഒരു പകുതി ഞാൻ അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ 3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള മസാലയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്ന് തുറന്നു നോക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കാം. മസാല ചേർത്തതിന് ശേഷം ഇതൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതൊന്നും കൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് ആയാലും ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇവിടെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു 5-6 മിനിറ്റ് നേരം തുറന്ന് വെച്ചും കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും ഗരം മസാലയും ഇങ്ങനെ അവസാനം ചേർക്കുന്ന സമയത്ത് ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കാം. പൊറോട്ട, ചപ്പാത്തി ഇവയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത്. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കിനും ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.